ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു പ്രപ്പോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024 ഭാഗമായിട്ട് ജനറൽ ടെസ്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അതിലെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഇതുപോലത്തെ സെഷൻസ് ഇനി ലഭിക്കുന്നതിനായിട്ട് ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ സെഷൻസ് എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CUETക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ GK എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയാസ്, ഒരുപാട് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. സോ ആ ടോപ്പിക്സിനെ എങ്ങനെ നമുക്കൊരു 19-20 ടോപ്പിക്സിലേക്ക് ചുരുക്കാൻ പറ്റും, എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 വർഷമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതായത് വരും വർഷങ്ങളിലും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. എന്തായാലും അപ്പം പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, നമ്മുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്നത് എന്തായാലും അഡ്വാൻറ്റേജ് തരുന്ന ഒന്നാണ്. അപ്പൊ ആ ഏരിയാസ് ഏതൊക്കെയാണെന്നായിരിക്കും നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ തന്നെ അടുത്തോട്ടം ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല, ഇതേ ഏരിയാസ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായേക്കും. പക്ഷേ ഇതേ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത അത്രയും കുറവാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരുന്നതിനായിട്ട് അതിന്റെ ബേസിക് എക്സ്പ്ലനേഷൻ, ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ 2-3 പോയിന്റ്സ് അത്രയും മതി. അല്ലാതെ ഒരുപാട് ഡീപ്പായി പഠിക്കേണ്ടുന്ന ഒരു കാര്യമേ ഇല്ല. ഡീപ്പ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും വൈഡ് ആയിട്ട് പഠിക്കുന്നതിനാണ് CUET സംബന്ധിച്ച് ഇമ്പോർട്ടൻസ്. സോ ഇനി ഒട്ടും സമയങ്ങളെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഇന്ത്യൻ സയന്റിസ്റ്റ് ഡിസ്കവേർഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കണ്ടെത്തിയത് ഏത് ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്? CV രാമൻ, APJ അബ്ദുൽ കലാം, വിക്രം സാരാഭായ്, സത്യേന്ദ്രനാഥ് ബോസ്. ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് 1930 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. ഇദ്ദേഹം അതിനു മുന്നേ തന്നെ വളരെ അറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 1924 ഒരു ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട്. ഫെലോഷിപ്പ് ഓഫ് ദി റോയൽ സൊസൈറ്റി എന്ന് പറയും. റോയൽ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ, അതായത് ഒരു 1900s ഈവൻ ഒരു 17th സെഞ്ചുറി തൊട്ട് നിലവിലുള്ള അന്നേരമുള്ള രാജ്യത്തെ ആസ് ഇൻ UK അന്നേരമൊക്കെ ഇന്ത്യ ബ്രിട്ടന്റെ കീഴിലാണല്ലേ. അപ്പം ബ്രിട്ടനിലെ ഏറ്റവും മികച്ച സയന്റിസ്റ്റുകളുടെ ഒരു സൊസൈറ്റി ആയിരുന്നു ഈ റോയൽ സൊസൈറ്റി. സോ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് FRS, അപ്പൊ സർ CV രാമൻ FRS എന്നാണ് അദ്ദേഹത്തെ മെൻഷൻ ചെയ്യാറ്. സർ പദവിയും ബ്രിട്ടീഷ് ഇന്ത്യ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ് FRSഉം. അതുപോലെ അത്രയും നോട്ടബിൾ ആയിട്ടുള്ള സയന്റിസ്റ്റുകൾക്ക്, അത്രയും സയൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് FRS എന്ന് പറയുന്നതിനായിട്ടാണ് ഞാൻ ഇതിവിടെ മെൻഷൻ ചെയ്തത്. സോ ഹി വാസ് എ ജീനിയസ് ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇതിനിടയ്ക്ക്, CV രാമൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണെങ്കിലും ഓൾറെഡി അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ഏരിയ വുഡ് ബി ബേസിക് സയൻസ് അല്ലെ. ബേസിക് സയൻസ് അല്ലെങ്കിൽ GK എന്നൊക്കെ നമുക്ക് പറയാം. ബിക്കോസ് ഈ ബേസിക് സയൻസ് വരുത്താൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ NCERT ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണിത്. എല്ലാവരും തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ ബേസിക് സയൻസും GKയും രണ്ടിലും നമുക്കിതിനെ പെടുത്താം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ. അടുത്തത് ഹിസ്റ്ററി. അതുപോലെ GKയിലും ഇതിനെ പെടുത്താം. എല്ലാവരും സ്കൂളുകളിൽ പഠിക്കുന്ന കാര്യം തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയത് എപ്പോഴാണ്? അപ്പം ബ്രിട്ടീഷേഴ്സിനോട് ഇന്ത്യ വിട്ടു പോവും, ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് AICC, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സെഷൻ, അതൊക്കെ എപ്പോഴാണെന്നുള്ളത് നോക്കുക. ഇങ്ങനെ വ്യത്യസ്ത സെഷൻസ് ഉണ്ട്. ഈ സെഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇതിനല്ലെങ്കിൽ മറ്റൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടും. ബോംബെ സെഷനിൽ എടുത്തൊരു തീരുമാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ലാസ്റ്റഡ് ടിൽ 1944. ഓക്കെ, 1944 വരെയാണ് ഇത് നിലനിന്നത്. സോ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഏതാണ് കറക്റ്റ് ആൻസർ പറയുക? ദ റൈറ്റ് ആൻസർ ഈസ് 1942. 1942 സ്റ്റാർട്ട് ചെയ്തു, 1944 വരെ. അപ്പൊ ഈ World War II ഇടയിലൂടെയൊക്കെ ആയിരുന്നു ഇത് എന്നത് നമുക്ക് മനസ്സിലാക്കാം, ഓർത്തു വെക്കുന്നതിന് എളുപ്പം ഉണ്ടാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തുടങ്ങിയതാരാണ്? നമ്മുടെ ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഹു വാസ് ദി ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ്, ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ, ഡോക്ടർ നാഗേന്ദ്ര സിംഗ് ആണോ, മൗലാന അബുൽ കലാം ആസാദ് ആണോ, ഡോക്ടർ ജാക്കിർ ഹുസൈൻ ആണോ? ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? ഇദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 11. ഈ നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ആൻഡ് ദി
ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഈസ് ഓപ്ഷൻ 3 മൗലാന അബുൽ കലാം ആസാദ്. നിങ്ങളൊക്കെ ആൻസർ പറയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഓൺ വിച്ച് റിവർ ബാങ്ക് പാരീസ് ഈസ് സിറ്റുവേറ്റഡ്. അപ്പൊ ഇതെന്താണ്? ഇത് അല്ലെങ്കിൽ ഇതിന് മുന്നത്തത് ഹിസ്റ്ററി GK എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഫ്രീഡം സ്ട്രഗിൾ വരുന്നുണ്ട് അല്ലെ. അത് എക്സാം സംബന്ധിച്ച ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണെന്ന് കൂടെ ഓർക്കുക. നെക്സ്റ്റ് ഇതും നമുക്ക് ഫ്രീഡം സ്ട്രഗിളിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാം. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. അതും ഇതും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. മൂവിങ് ഓൺ വിച്ച് റിവർ ബാങ്ക് പാരീസ് ഈസ് സിറ്റുവേറ്റഡ്. ഇത് വേൾഡ് ജിയോഗ്രഫി ആണ്. ഓക്കെ, സോ തേംസ് ഒക്കെ നിങ്ങൾക്ക് ഒരുവിധം പരിചയം ഉണ്ടാവുമെന്ന് കരുതുന്നു. തേംസ് അല്ല എന്തായാലും, തേംസും പാരീസും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല. ടാഗസ്, എൽബ്, തേംസ്, സെയിൻ. ഇതൊരു 777 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉള്ള നോർത്ത് പാരീസിലൂടെ ഒഴുകുന്ന നദിയാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ്, ഇത് ചെന്നെത്തുന്നതാണെങ്കിൽ പാരീസ് ബേസിനിലാണ് താനും. ഓപ്ഷൻ ഡി സെയിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വാ. ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ബാബർ ഫോർട്ട് അഗെയിൻസ്റ്റ്. അപ്പം എത്ര ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കണം. അതിൽ ബാബർ ആദ്യ പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആരോടാണ് ഏറ്റുമുട്ടിയത്, അല്ലെങ്കിൽ ബാബറും ആരും തമ്മിലായിരുന്നു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? ഹുമയൂൺ ആണോ, ഇബ്രാഹിം ലോധി ആണോ, ഷേർഷാ സൂരി ആണോ, ഫിറോസ് തുഗ്ലക് ആണോ? ഇതൊന്നും നമുക്ക് ഈസിലി ഹുമയൂൺ ഒഴിവാക്കാം അല്ലെ. ഹുമയൂണുമായിട്ട് ആക്ച്വലി നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഹുമയൂൺ ഒഴിവാക്കാൻ പറ്റും. പിന്നെയുള്ളത് ലോധി, ഷേർഷാ സൂരി, ഫിറോസ് തുഗ്ലക് ആണ്. സോ ടൈം ലൈനുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇബ്രാഹിം ലോധി ആണ്. ഇപ്പൊ സെക്കൻഡ് വാർ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലായിരുന്നു? അക്ബറും ഹേമുവും അല്ലെ. ഇനി തേർഡ് ബാറ്റിൽ ഉണ്ട്, ഇത് എപ്പോഴായിരുന്നു? 1556 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് 1526 ഇനി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ്? 1761 ബിറ്റ്വീൻ മറാത്താസ് ആൻഡ്, ഇനി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് മറാത്താസ് അല്ലെ, മറാത്ത എംപയർ വേഴ്സസ് ദുറാനി എംപയർ ആയിരുന്നു. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ. സോ ഇതൊക്കെ ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? 2 ആണ്. സോ ഇത് ഈ ഒരു ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലൂടെയാണ് ഇന്ത്യയുടെ മുഗൾ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വാറിലൂടെ ആയിരുന്നു. അപ്പൊ ഇതും ഹിസ്റ്ററി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ മുഗൾസ് റിലേറ്റഡ് ആണെന്നൊക്കെ പറയാം. മുഗൾസ് ബേസ് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ്, വിച്ച് കൺട്രി ടോപ്സ് ഇൻ ദി മൈനിങ് ഓഫ് ഗോൾഡ്. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കണക്കാക്കാം. ബിക്കോസ് ഇതിന്റെ കറക്റ്റ് ആൻസർ അറിയാവുന്നവർക്ക് ഇത് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ബിക്കോസ് താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഫസ്റ്റ് കൺട്രി ഇല്ല, സെക്കൻഡ് കൺട്രി ഇല്ല, തേർഡ് കൺട്രി ഇല്ല. അപ്പൊ ഈ 3 കൺട്രീസും ഇതിൽ വരുന്നേ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ 3 കൺട്രീസ് അറിയാമെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ റൈറ്റ് ആൻസർ ഈസ് ദി ഫോർത്ത് വൺ. ഈ കൊടുത്തിട്ടുള്ളതിൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ 4ാമത് നിൽക്കുന്ന കൺട്രിയാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ ആദ്യം വരുന്നത്. സോ ദ ഫോർത്ത് കൺട്രി എന്നിവിടെ പറയുന്നത് കാനഡയാണ്. അപ്പൊ അതിന് മുമ്പുള്ള 3 കൺട്രീസ് ഏതൊക്കെയാണ്? മൈനിങ് ഓഫ് ഗോൾഡിൽ എന്നും ഒന്നാമതുള്ളത് ചൈനയാണ്, സെക്കൻഡ് ഓസ്ട്രേലിയ ആണ്, തേർഡ് ആണ് നിലവിലെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അല്ലെ നിലവിലെ കണക്കുകൾ പ്രകാരം റഷ്യ വരുന്നത്. ഇനി ഫോർത്ത് കാനഡ വരും, ഫിഫ്ത്ത് US ആണ് വരുന്നത്. സോ ഈ കൊടുത്തിരിക്കുന്നതിൽ ടോപ്പ് ചെയ്യുന്നത് കാനഡയാണെന്ന് കണക്കാക്കാം. സോ ഇതും നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യാം. ബിക്കോസ് എല്ലാ വർഷവും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കറണ്ട് അഫയേഴ്സുമായിട്ട് തന്നെ പറയാം. വേണമെങ്കിൽ നമുക്ക് ജോഗ്രഫിക്കൽ ഒരു പെർസ്പെക്റ്റീവിലും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യയെ തൊട്ട് ഇങ്ങോട്ടുള്ള ഏരിയാസിലൊക്കെ മൈൻ ചെയ്യുന്നതിന്റെ അളവ് ഭയങ്കര കുറവാണ്. അതേ സ്ഥാനത്ത് യൂറോപ്പിലും റഷ്യയിലും അതുപോലെ തന്നെ ചൈനയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓസ്ട്രേലിയ മൈനിങ് നടക്കാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ദി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7ാമത്തെ ഷെഡ്യൂൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് STs, ഡിസ്ക്രിപ്ഷൻ ഓഫ് 22 ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ 7th ഷെഡ്യൂൾ എന്ന് ഇവിടെ കൃത്യമായി പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ 3 ലിസ്റ്റ് വരുന്നുണ്ട്. അതായത് ഓരോ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള പവർ ആരിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലിസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ വരുന്ന ആദ്യ ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽ 97 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ യൂണിയന്റെ തീരുമാനമായിരിക്കും അന്തിമം. ഇനി അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അപ്പൊ ഇതില് ഏകദേശം 66 സബ്ജക്ട്സ് ഉണ്ട്. ഈ 66 സബ്ജക്ട്സിൽ അന്തിമ തീരുമാനം സ്റ്റേറ്റിന്റെ ആയിരിക്കും. ഇനി ഇതല്ലാതെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3ാമത്തെ ലിസ്റ്റ് കൂടെ ഉണ്ട്. അപ്പൊ എന്താണ് കൺകറന്റ് ലിസ്റ്റിന്റെ യൂസ്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക കേട്ടോ. എന്താണ് കൺകറന്റ് ലിസ്റ്റിന്റെ യൂസ് എന്നുള്ളത്? കൺകറന്റ് ലിസ്റ്റിൽ 47 സബ്ജക്ട്സ് ആണ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റും
യൂണിയനും ഒരുപോലെ ഏകദേശം അവകാശമുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരികയാണ്. ആസ് ഇൻ സ്റ്റേറ്റിന്റെ ഒരു അഭിപ്രായമാണ്, യൂണിയന് വേറൊരു അഭിപ്രായമാണെങ്കിൽ യൂണിയന്റെ അഭിപ്രായമാണ് മോസ്റ്റ് ഓഫ് ദി കേസസിലും മുകളിൽ വരാന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഈ 3 ലിസ്റ്റുകളും കൃത്യമായി ഡിനോട്ട് ചെയ്തിരിക്കുന്ന സ്കെഡ്യൂൾ ആണ് 7th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കോട് നമ്മൾ എത്തിയിട്ടുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലെ സ്കെഡ്യൂളുകളും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും അമെന്റ്മെന്റുകളും ഒക്കെ തന്നെ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. മൂവിങ് ഓൺ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പൊ ചേരുംപടി ചേർക്കാനുള്ള ഒരു ചോദ്യം എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. ഇവിടെ ഡാൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ്. പൊതുവെ ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പം ഡിഫറെന്റ് സ്റ്റേറ്റ്സിന്റെ ലാംഗ്വേജ് അതുപോലെ ആർട്ട് ഫോംസ് ഒക്കെ തന്നെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. രാസ്ലീല, ദുംഹാൽ, ഗർഭ, ഫാഗ്. ഇപ്പറ ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, കാശ്മീർ. സോ ഏതാണ് ഇവിടെ ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്? കുറച്ചെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾക്ക് ഗർഭയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഗർഭ ഗുജറാത്തിലെ ആർട്ട് ഫോം ആണ്. ഇത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ഇതിന് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല, നിങ്ങൾ പഠിക്കുക തന്നെ വേണം നിങ്ങൾക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഷോർട്ട് കട്ട്സ് വല്ലതും വെച്ചിട്ട് ഇപ്പൊ ഗുജറാത്തും ഗർഭയും ജിയും ജിന്നും അല്ല അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കാന്നല്ലാതെ അത്യാവശ്യം ഒരു ധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കേരളത്തിനെ പറ്റി അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുണ്ട്. മോഹിനിയാട്ടം, കഥകളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഫെസ്റ്റിവൽസ് ചോദിക്കാറുണ്ട്. ഓണം, വിഷു, ബിഹു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇവർക്ക് ചോദിക്കാം. അത് പഠിക്കാത്തടത്തോളം നിങ്ങൾക്ക് ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ പറ്റിക്കോണം എന്നില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ തന്നെ സെഷൻസ് നിങ്ങൾക്ക് പ്രൊപ്പോസൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ C2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. C3 ആണ്, C4 ആണ്, C2 ആണ്, C3 ആണ്. സോ ഈസിലി ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ സിറ്റീസ് കോൾഡ് ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ? സിലിക്കൺ വാലി എന്താണ്? അപ്പൊ ടെക്നോളജിക്കൽ ഇന്നോവേഷന്റെ ഈറ്റില്ലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഗ്ലോബൽ ഹബ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്നാണ് ഇതിനെ എല്ലാവരും മെൻഷൻ ചെയ്യുക. സിലിക്കൺ വാലി ആക്ച്വലി എവിടെയാണ്? കാലിഫോർണിയ, US ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഈ ടെക്നോളജിക്കൽ റെവല്യൂഷൻ പോസിബിൾ ആക്കിയ ഏറ്റവും കൂടുതൽ IT ഹബ്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന ഒരിടത്തെയാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഗുരുഗ്രാം ആണോ, ബംഗളൂരു ആണോ, ചെന്നൈ ആണോ, ഗാന്ധിനഗർ ആണോ? ഇതും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് NCERT ടെക്സ്റ്റുകളിൽ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, ബംഗളൂരു. ഇതും GKയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പ്ലെയിൻ ബൈ. താഴെ കൊടുക്കുന്ന തിയറിയിൽ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇൻ എ വേ ഓർ അതർ നമുക്ക് യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സുമായിട്ട് ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റഡ് ആയുള്ള തിയറി ഏതാന്നുള്ളതായിരിക്കും ഇത് സോൾവ് ചെയ്യുന്നതിന്റെ ട്രിക്ക്. ബിക്കോസ് ഇപ്പം ഹാഡ്രോൺ കൊളൈഡറിലൂടെ ശ്രമിക്കുന്ന എന്താണെങ്കിലും ഹിഗ്സ് ബോസോൺ ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിനെ പറ്റി പഠിക്കുന്നതിനെ പറ്റി ആണെങ്കിലും ഡാർക്ക് മാറ്റർ ആണ് പഠിക്കുന്നതെങ്കിലും ഇറ്റ് ഈസ് ഓൾ അസോസിയേറ്റഡ് വിത്ത് യൂണിവേഴ്സ് ഇൻ എ വേ ഓർ ദി അതർ. ഓക്കെ, അപ്പം ഹാഡ്രോൺ കൊളൈഡർ ഒക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. അതായിരിക്കും ഒരു പക്ഷേ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 27, 28 എല്ലാം തന്നെ കിലോമീറ്റർ പിന്നെ നീളം കൂട്ടിയെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണെങ്കിലും പാർട്ടിക്കിൾസിനെ തമ്മിൽ കൊളൈഡ് ചെയ്യിച്ചിട്ട് അതിന്റെ റിസൾട്ട് നോക്കുന്ന ഒരു പരിപാടിയാണ്. ഇനി ഡാർക്ക് മാറ്റർ എന്ന് പറയുമ്പോഴേക്കും ലൈറ്റ് എമിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ലൈറ്റ് അട്രാക്ട് ചെയ്യാത്ത മാറ്റർ വിച്ച് ഈസ് വെരി ഹാർഡ് ടു സ്പോട്ട്. അപ്പൊ അത് യൂണിവേഴ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് അതിൽ വരുന്നത്. ഹിഗ്സ് ബോസോണും സിമിലർ കോൺസെപ്റ്റ് തന്നെയാണ്. ബിഗ് ബാങ് തിയറി ഇവിടെ പക്ഷെ നമുക്ക് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് നിലവിൽ ഇപ്പൊ വെച്ചിരിക്കുന്ന, അപ്പൊ ഓരോരോ ഡിസ്കോഴ്സ് വരുന്ന അനുസരിച്ച് നമ്മുടെ തിയറീസ് പുതിയ തിയറീസ് വരുന്ന അനുസരിച്ച് പഴയത് ഔട്ട്ഡേറ്റഡ് ആവുക എന്നുള്ളൊരു കാര്യമുണ്ട്. സോ നിലവിൽ ഇതാണ് ഇപ്പൊ ഒരു തിയറി. പക്ഷെ ഭാവിയിൽ അത് മാറിക്കൂടായികയില്ല. അതാണല്ലോ ശാസ്ത്രത്തിന്റെ പ്രത്യേകത. ഒരിക്കലും ഒന്നും കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നില്ല. ഒരു സഡൻ കണ്ടെത്തൽ ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ അത് വേസ്റ്റ് ആവുമൊന്നുമില്ല. അതിനെ നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ബിഗ് ബാങ് തിയറി ആണ് നിലവിൽ ഇതിന്റെ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സുമായിട്ട് ഏറ്റവും ബിലീവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവബിൾ ആയിട്ടുള്ള ഒരു തിയറി എന്നുള്ള രീതിയിലാണ് നിലവിലുള്ളത്. ആൻഡ് യു നോ ബെറ്റർ. നിങ്ങൾ പക്ഷേ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരുപാട് വായിക്കുന്നവരായിരിക്കാം. കോൺസ്പിറസി തിയറീസ് ഒക്കെ തന്നെ നോക്കുന്നവരായിരിക്കാം. വ്യത്യസ്ത ഹൈപ്പോത്തസിസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതൊക്കെ റിലേറ്റ് ചെയ്യാം. പക്ഷേ ചോദ്യം സംബന്ധിച്ച് ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ് ഈസ് എക്സ്പ്ലെയിൻ ബൈ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി, ബിഗ് ബാങ് തിയറി ആണ്. സോ ഇത് നമുക്ക് ബേസിക് സയൻസിന്റെ ഭാഗമായിട്ട് പറയാം. ബിക്കോസ് ബിഗ് ബാങ് തിയറി നമ്മളെ ജോഗ്രഫിയിലും അതുപോലെ സയൻസിലും ഒക്കെ തന്നെ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തു പോകുന്ന ഒന്നാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ബേസിക് സയൻസ് ഫോർ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇൻ ജനറൽ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ഇതുപോലത്തെ സെഷൻസ് ഇനിയും വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. സെഷൻസ് വേണം എന്നുള്ളത്, അതനുസരിച്ച് ഞങ്ങൾ സെഷൻസ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. മെയിൽ പരീക്ഷ തുടങ്ങും. മെയിൽ തന്നെ പരീക്ഷ അവസാനിക്കുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന അത്രയും
നന്നായിരിക്കും. ഇനി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്ത് വേണമെങ്കിലും, ക്ലാസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, ടെസ്റ്റുകൾ ആയിക്കോട്ടെ, ഇനിയിപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഒരാൾ വേണം എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ മെന്ററിംഗ് ത്രൂവും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും പ്രപ്വൈസ്. സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, സംസാരിക്കുക, എത്രയും പെട്ടെന്ന് ഒരു പാക്കേജ് എല്ലാം തന്നെ എൻറോൾ ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം 17 ലക്ഷം കുട്ടികൾ എഴുതിയൊരു പരീക്ഷയാണ്. ആൻഡ് നല്ല യൂണിവേഴ്സിറ്റികളിലെ നല്ല സീറ്റ്സിലേക്ക് എല്ലാ കുട്ടികളും എത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സെൽഫായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റൻസോട് കൂടിയോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സെഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക, സെഷൻ വരുമ്പോൾ തന്നെ അറിയുന്നതിനായി. ആൻഡ് ഒരിക്കൽ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്.